ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരയിൽ വന്നിരിക്കുന്നത്. അതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചെറുപുഷ്പം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾ ജോമേഴ്സി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഡിസംബറിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 5 ദിവസവും എനിക്ക് ശക്തിയായ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പം തലവേദന എടുക്കുമ്പോഴും എൻ്റെ മോളും വന്ന് അപ്പോഴേ എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് പറയും, അമ്മേ നമുക്കിവിടെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നും എൻ്റെ മകളും എൻ്റെ കൂടെ ഇവിടെ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കും ആഗ്രഹമായിരുന്നു 18 വയസ്സായ ഉടൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അവൾ 18 വയസ്സായി പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ എനിക്കിപ്പോൾ മൈഗ്രെയിൻ ഒരിക്കലും വരാറില്ല. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവപ്പെട്ട സാക്ഷ്യമാണ്, അത് അവൾ തന്നെ പറയും. ഞാൻ 2025 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ തലവേദന, അമ്മയ്ക്ക് ഭയങ്കര കഠിനമായിട്ട് തലവേദന വരുമായിരുന്നു. ഒരു 15 വർഷത്തോളം അമ്മയ്ക്ക് നീണ്ടു നിന്ന മൈഗ്രെയിൻ ആയിരുന്നു. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. അമ്മ 5-6 തോർത്തൊക്കെ വെച്ച് തല ഭയങ്കര ചുറ്റി മുറുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാവുമായിരുന്നു അമ്മ കാണിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പം അന്നേരം ഞാൻ തൈലം കൊണ്ട് അമ്മേനെ നെറ്റി തൈലം കൊണ്ട് പൂശയൊക്കെ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അമ്മയുടെ തലവേദന മാറ്റിയ മാതാവ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് 18 വയസ്സായ ഉടനെ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് +2 പരീക്ഷ, കഴിഞ്ഞ വർഷമാണ് ഞാൻ +2 പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 90% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ മാതാവ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലൊരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊന്തമോതിരത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തിട്ട് ഞാനതൊരു കയ്യിൽ ഇറുക്കി പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ പേപ്പറിലും ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പരീക്ഷ എഴുതി വന്ന് ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ച് എനിക്ക് 90% മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ +2ൻ്റെ റിസൾട്ട് ഞാൻ ഈ അമ്മയുടെ പുണ്യഭൂമി വന്നിട്ടേ ഞാൻ തുറന്ന് നോക്കത്തുള്ളൂ, സൈറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിസൾട്ട് വന്നത് ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ഈ പുണ്യഭൂമി വെച്ചാണ്. ഞാൻ തുറന്നു നോക്കി, എനിക്ക് മാത്സ് ഒഴികെ എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 94% മാർക്ക് അമ്മ മാതാവ് എനിക്ക് നൽകി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് അന്നേരം LBS വഴി ഞാൻ അലോട്ട്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിനും എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മെറിറ്റായിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇത്ര % മാർക്കുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് നഴ്സിങ്ങിന് എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്നത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നഴ്സിങ്ങിനാണ് പോകുന്നത്. അന്നേരം LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നല്ലോ, കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാരെന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. മാതാവ് എനിക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, എനിക്ക് എന്നിട്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു, ഗാന്ധിനഗറിൽ എന്നെ SMEന്ന് 1112 ആയിരുന്നു എൻ്റെ റാങ്ക്. അന്നേരം കിട്ടി അഡ്മിഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ കയറിയത്. എൻ്റെ അമ്മ മാതാവ് എനിക്കുള്ളതാണ്, അമ്മ മാതാവ് എനിക്ക് നൽകണമേ. ഞാനവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ് വാങ്ങിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആളായപ്പോൾ അതും അവിടെ വെച്ച് സ്റ്റോപ്പായി. അതോടെ എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ തകർന്നു. ഇനി എനിക്ക് ഒരിടത്തും കിട്ടത്തില്ല, ഇത്രയും മാർക്ക് വെച്ച് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. ഞാൻ കള്ളം പറയുകയാണോ മാർക്കെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി.
അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 8 വരെ നോയമ്പെടുത്ത് ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8 എനിക്ക് ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ചെത്തിപ്പുഴ ആശുപത്രി എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ KCET ബാംഗ്ലൂർ KCET എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയായിരുന്നു. അതും ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കൊരു മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ KCET എന്നൊരു പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പുറത്തിരുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിന് ഞാൻ കാശുരൂപം കൈവച്ചും ഉപ്പ് ഞാൻ ആ പേപ്പറിലിട്ടുമാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. അതിനെനിക്ക് 1,00,000 മുകളിലാണ് എനിക്ക് റാങ്ക് ചെന്നത്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എനിക്ക് ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 8 ഇവിടെ അഡ്മിഷൻ കിട്ടി, ചെത്തിപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പം ബാംഗ്ലൂരിന് ഞാൻ അഡ്മിഷൻ വെച്ച് ഞാൻ അന്നേരം പ്രൊസീജിയർ വെച്ചപ്പോൾ 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്, 3 മെഡിക്കൽ കോളേജാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടണം. പിന്നെ 8 വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഞാൻ നിൽക്കുക. എനിക്കിനി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ ഞാൻ എന്നാ ചെയ്യും? കാരണം എനിക്ക് 12 മുമ്പ് ചെത്തിപ്പുഴ എനിക്ക് ചേരണം. അത് 25,000 രൂപ കൊടുത്ത് ചേർന്നാൽ പിന്നെ എനിക്ക് ഡോക്യുമെൻറ്റും പൈസ എല്ലാം എൻ്റെ പോയത് തന്നെയാണ്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടി എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മാതാവേ, എനിക്ക് ഇനി ബാംഗ്ലൂരിലെ ആണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 9 വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 1,00,000 താഴെയുള്ള ഒരു 50,000 താഴെയുള്ളവർക്കൊക്കെ കൂടുതലും സെൻറ്റ് ജോൺസ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒട്ടും നോക്കണ്ട, ചെത്തിപ്പുഴ കിട്ടിയില്ലേ, കയറിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക 2 ദിവസം കൂടെ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് 4 മണിയായപ്പോൾ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പിറ്റേ ദിവസം തന്നെ ചേർന്നോളാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ഞാൻ ഫീസ് അടച്ചു, ഞാൻ ചേർന്നു. ഞാൻ അമ്മമാതാവ് എനിക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ സ്കൂളിൽ പഞ്ച് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ട് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും കിട്ടാറുണ്ട്. ഞാനിവിടെ വന്ന് കണ്ട് എൻ്റെ കൂടെയുള്ള ഒത്തിരി അധ്യാപകരും അനധ്യാപകരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, ടീച്ചറൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കാര്യം കൂടെ സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരിയും പേർക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അമ്മയുടെ അവർ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തും അവർക്കും കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ മോളാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവൾക്ക് 18 വയസ്സാകാനായിട്ട് അവൾ നോക്കിയിരുന്നു. അവൾക്ക് 2 കാര്യമായിരുന്നു. ആദ്യം അവൾ പറഞ്ഞു, ഞാനോർത്ത് എനിക്ക് 18 വയസ്സാകുമ്പോൾ മമ്മിയൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായിരിക്കും ഇവൾ ഈ പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു നമുക്ക് 18 വയസ്സ് കഴിയട്ടെ. എന്നെ പറഞ്ഞു അല്ല, എനിക്ക് അപ്പം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ പറഞ്ഞതുപോലെ അവൾ +2 റിസൾട്ടും ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണ് അവളുടെ റിസൾട്ട് നോക്കുന്നത്. അതുതന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൃപയാണ്. ഇത്രയും വിശുദ്ധിയോടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു മാതാവിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ മാതാവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ എൻ്റെ മക്കളും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്. പിന്നെ ഇവൾക്ക് അത് കഴിഞ്ഞ് ഇവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യത്തെ ഇതിൽ അവൾക്ക് 8 മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ കിട്ടിയില്ല. പിന്നെ അവൾക്ക് ബാംഗ്ലൂർക്ക് ചേരാൻ പോകുന്ന അന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവൾക്ക് പോകാനായിട്ട് ഭയങ്കര മടി, അമ്മ ഇന്ന് കിട്ടിയില്ലല്ലേ. ഞാൻ പറയും അമ്മ മാതാവല്ലേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് പറയുന്നുണ്ട് അവളെ വിട്, അവൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയും മോനെ മാതാവ് പറയുന്നുണ്ട് കൊച്ചു പോയി എന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അവൾ പോയി അറ്റൻഡ് ചെയ്തു. അവൾക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് 1 മണിയായപ്പം കിട്ടി. 2 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പോയി ചെന്ന് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ കൃപയാൽ ചെറുതും വലുതുമായ പറഞ്ഞാൽ തീരുകയില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം മാതാവിനെ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നമുക്ക് അതിനുള്ള കൃപ തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പേരും കൂടെ വരുമ്പോൾ ഇവളുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 മാസമേ ഉള്ളവൾ നേഴ്സിങ്ങിന് പോയിട്ട്. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കാണ് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും കൂടെ. അതും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടമാതിരി അമ്മ മാതാവ് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും പോയി പ്രാർത്ഥന വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും പറ്റുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആര് എന്തൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും
ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതാവിന് വേണ്ടി എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരം എൻ്റെ കയ്യിൽ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഞാൻ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ അഖണ്ഡ ജപമാല വെച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ പോയി പറ്റുന്ന പോലെ കൊന്തയില്ലേയും പ്രാർത്ഥിക്കില്ലേ, കൂടുതൽ മാതാവിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ 2 മാസത്തിലൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എല്ലാ 15-ാം തീയതി കൃത്യ ദിവസം നോക്കി കഴിവതും കുമ്പസാരിക്കും. അപ്പം കൂടുതൽ അമ്മ മാതാവിനോടും ഉണ്ണീശോയോടും ചേർന്നിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തിരുക്കുമാരനും അമ്മ മാതാവും തന്നുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനി മേലിലും അമ്മയുടെ കൃപ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാം വചനമാണിത്. ജോ മേഴ്സി ജോസഫ് എന്ന മകളും ആ മകളുടെ അമ്മയും ചേർന്നുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കർത്താവാണ്, നിൻ്റെ വലതുകൈ പിടിച്ചുകൊണ്ട് ആണ് എന്നാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മുടെ കരം പിടിക്കുന്നത്, നമ്മെ ഒറ്റയ്ക്ക് വിടാതെ വഴി നടത്തുന്ന, പിന്തുണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായം വാഗ്ദാനം മാത്രമല്ല, സംയോജിതമായ യഥാർത്ഥമായ സഹായമാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. സമയാസമയങ്ങളിൽ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞപ്പോഴെല്ലാം, ഓരോ പ്രാവശ്യവും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് നമ്മൾ കേട്ടത്. 15 വർഷം നീണ്ടു നിന്ന മൈഗ്രെയിൻ ഹെഡേക്ക്, തലവേദന, മൈഗ്രെയിൻ പെയിൻ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ സൗഖ്യപ്പെടുത്തി. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ 15 വർഷമാണോ 20 വർഷമാണോ 30 വർഷമാണോ എന്നല്ല നോക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരികയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് 15 വർഷത്തെ മൈഗ്രെയിനിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. ഈ കൊച്ചുമകൾ 18 വയസ്സ് പൂർത്തിയാകാനായിട്ട് നോക്കി നിൽക്കുകയാണ് ഉടമ്പടി എടുക്കുവാൻ. സ്വന്തം കാശുരൂപം കയ്യിലായി. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും തൈലവും കാശുരൂപവുമായിരുന്നു ഈ മകളുടെ കയ്യിലെടുത്തിരുന്നത്. +2 നല്ല മാർക്ക് കിട്ടി, മാത്സ് ഒഴികെ A+ കിട്ടി എല്ലാ സബ്ജക്റ്റിനും. ഇതെല്ലാം പ്രാർത്ഥിച്ച് ഈശോയുടെ എല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മോളുടെ മെറിറ്റ് അല്ല, ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ് ഇവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അഡ്മിഷനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിന് തന്നെ ഈശോയും അമ്മ ഇവർക്കൊരു നല്ലൊരു അഡ്മിഷൻ നൽകി. വീണ്ടും അവരെ നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു അഡ്മിഷൻ കൊടുത്ത് ഇവരെ കരകയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഭയങ്ങളും ദുർബല നിമിഷങ്ങളും എല്ലാം നാം ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുകയും ആവശ്യമായ സഹായം നൽകുകയുമാണ് നമ്മൾ സഹായം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ഈ പുതിയ അഡ്മിഷനും എല്ലാത്തിനുമായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.